യെസ്, അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ രാവിലെയും ആളുകളൊക്കെ ഉണ്ട്, ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നുണ്ട്. അതിനിടെ മറ്റ് നിയന്ത്രണങ്ങൾ, കഴിഞ്ഞ ദിവസം മെട്രോ ഒക്കെ അടച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളൊക്കെ ഇന്നും അതേപടി തന്നെ തുടരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ ദിവസം 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് 17ഉം 18ഉം ആകുന്ന കാഴ്ചയായിരുന്നു. അവസാനം ഇന്നലെ ഉച്ചയോടുകൂടി ഡൽഹി മെട്രോ സ്റ്റേഷൻ, ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ കൂടി അടച്ചിട്ടു. അതോടുകൂടി പൂർണ്ണമായും ഈ നഗരത്തിലെ ഗതാഗതം പൂർണ്ണമായും പൊതുഗതാഗതത്തിന് വലിയ താറുമാറ് സംഭവിച്ചു. മാത്രമല്ല പൊതുജനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അതിന്റെ അലവലുകൾ നമ്മൾ ഇന്നലെ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെ കണ്ടു. പൊതുജനങ്ങൾ ഉൾപ്പെടെ ഈ ഇത്തരം നടപടികൾക്കെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഇന്ന് ശക്തമാകാൻ, പൊതുജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ന് CPI ഇത്തരം മെട്രോ സ്റ്റേഷനിൽ അടച്ചതിനെ പ്രതിഷേധിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് CPIയുടെ സംഘടനകൾ. മാത്രമല്ല സുപ്രീം കോടതി മെട്രോ സ്റ്റേഷൻ അവിടെയുള്ള മെട്രോ സ്റ്റേഷൻ അടച്ചതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഫുഡ് ഡെലിവറി ആപ്പുകൾ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന് നിയന്ത്രണം കടുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ആപ്പുകൾക്കെതിരെ നിയന്ത്രണം കടുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ നഗരം പോലീസ് കൺട്രോളിലാണ്. പൂർണ്ണമായും എല്ലാ സ്വാതന്ത്ര്യവും ഹനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.